നീ സുഖവും സന്തോഷം അനുഭവിച്ചിട്ട് എത്രയോ കാലമായി. നന്ദു എന്താ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നെ? നന്ദുവിന്റെ വീടെന്ന് വെച്ചാ എന്റെ വീടല്ലേ? എന്റെ വീട്ടിലൊരു പ്രശ്നം വന്നാ അത് നേരെയാക്കാന്നുള്ളത് എന്റെയും കൂടെ കടമയല്ലേ? അവിടെ ഞാൻ ചെയ്യുന്ന എന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞ അതിനർത്ഥം ഞാൻ ആ വീട്ടിലെ ആളല്ലെന്നല്ലേ? അതുമല്ല, എന്നും സുഖവും സന്തോഷമാണെങ്കിൽ അതിൽ പിന്നെ എന്താ രസം? ദാ ഇപ്പൊ തന്നെ കുറെ പ്രശ്നങ്ങൾ ചുറ്റും. അതിനിടയില് നന്ദുവിനൊരു ജോലി കിട്ടുന്നു. അപ്പോ ഒരു പ്രത്യേക സന്തോഷല്ലേ? നമ്മുടെ ജീവിതത്തില് വീണ്ടും സമാധാനം വരിക നന്ദു. മാസം തോറും ഒരു തുക നമുക്ക് ചെലവനായിട്ട് വീട്ടിൽ കൊടുക്കാലോ. അമ്മയുടെ ബുദ്ധിമുട്ടൊക്കെ അങ്ങനെ മാറും. അപ്പൊ നന്ദു, പുതിയ ജോലിക്ക് എല്ലാ ആശംസകളും.